ഹായ് ഓൾ, ഇന്നപ്പോൾ നമ്മളൊരു സ്ക്വിഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്ക്വിഡിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല ഈ വീഡിയോയിൽ. സ്ക്വിഡ് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലയും ബോഡി പോർഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണേണ്. അപ്പോൾ സ്ക്വിഡിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തല മാത്രം ഇങ്ങനെ ഊരി എടുക്കണേണ് എല്ലാത്തിൻ്റെയും. എന്നിട്ടാണ് പിന്നെ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാ സ്ക്വിഡിൻ്റെയും തല പോർഷൻ നമ്മൾ ഊരി മാറ്റിയെടുക്കണം ഫസ്റ്റ് തന്നെ. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിലേക്ക് വെക്കണം. എന്നിട്ടാണ് ബാക്കി നമ്മൾ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം മാറ്റി ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ബോഡി പോർഷനാണ് ക്ലീൻ ചെയ്യണത്, സ്കിന്നിൻ്റെ ഇത്. അപ്പോൾ അത്ര പാടുള്ള ഇതല്ല, സ്ക്വിഡിനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള സാധനമൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ സ്ക്വിഡും എടുത്തിട്ട് അതിൻ്റെ സ്കിന്നില്ലേ, ആ സ്കിന്നെ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്ത് കളയാം. എല്ലാ പോർഷൻസിൽ നിന്നും അത് ഇങ്ങനെ പീൽ ചെയ്ത് കളയാം. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പീൽ ചെയ്താൽ മതി. എന്നിട്ട് പോവാത്ത വല്ലതും ഉണ്ടെങ്കിൽ, ചിറകിൻ്റെ അവിടെയൊക്കെ പോവാത്തുണ്ടെങ്കിൽ കത്തിയും കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സോഫ്റ്റായിട്ട് പീൽ ചെയ്താൽ മതി. അപ്പോൾ അത് പോയിക്കോളും. ഇതിൻ്റെ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പീൽ ചെയ്യുമ്പോൾ തന്നെ അത് പോയിക്കോളും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ സ്ക്വിഡും ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ സ്കിൻ ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. കണ്ടോ, നെക്സ്റ്റ് വണ്ണും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്കിൻ പീൽ ചെയ്തെടുക്കണേന്. കണ്ടോ, സ്കിൻ ഇങ്ങനെ ജസ്റ്റ് പീൽ ചെയ്താൽ മതി, അത് ഇങ്ങനെ അവിടെ ഊരിപ്പോന്നോളും. കണ്ടോ, ഫുള്ളായിട്ട് അത് പീൽ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പീൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ പീൽ ചെയ്തെടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ചിറകൊക്കെ കൂടി കട്ടായി പോകും. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ഇത് ചെയ്താൽ മതി. ഇത് കണ്ട, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫില്ലറാണത്. ആ ഫില്ലർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇങ്ക് വരുന്ന ഫില്ലറാണ്. അപ്പോൾ അത് അങ്ങോട്ട് റിമൂവ് ചെയ്ത് നമ്മൾ കളയണം. അത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല. ഫില്ലർ എപ്പോഴും കളയണം. പിന്നെ അത് പീൽ ചെയ്ത് ഫുൾ സ്ക്വിഡിൻ്റെ ബോഡി പോർഷൻസ് ഫുള്ള് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണം. ഈ ഫില്ലറും എടുത്ത് മാറ്റണം. പിന്നെ ആ സ്കിന്നും പീൽ ചെയ്ത് കളയണം. ഈസി ആയിട്ട് പോരും അതിൻ്റെ സ്കിന്ന്, വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പം ഇങ്ങനെ പീൽ ചെയ്താണ് മാറ്റുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലേഴ്സ് എടുത്ത് കളയണം. നന്നായിട്ട് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തലയാണ് ക്ലീൻ ചെയ്യണത്. അതിൻ്റെ തല ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ണ് പോലത്തെ രണ്ട് സാധനമുണ്ട്. അത് രണ്ടും നമ്മൾ കത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ക് കളയണം. പിന്നെ അതിൻ്റെ ഒരു ഇങ്ക് സാക്ക് ഉണ്ട് ആ അടിയിലായിട്ട്, ആ ഇങ്ക് സാക്ക് നമ്മൾ കളയണം. അതേപോലെ തന്നെ സ്ക്വിഡിനൊരു പല്ലുണ്ട് നടുക്ക്, അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടൊരു പല്ലുണ്ട്. കണ്ട, ഇപ്പോൾ എടുത്ത് കളഞ്ഞില്ലേ, അത് പല്ലായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മൾ കളയണം. അങ്ങനെയാണ് നമ്മൾ തല ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടുന്ന് ആ സാക്കും നമ്മൾ റിമൂവ് ചെയ്യണം. കണ്ടോ, ഇതൊരു സാക്കാണ്, ഇങ്ക് സാക്ക് പോലത്തെ. അതും കളയണം. അതിൻ്റെ പല്ലും കളയണം. രണ്ട് കണ്ണും പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ക് ഉണ്ട്, ആ ഇങ്ക് ഫുള്ള് നമ്മൾ കളയണം. കളഞ്ഞിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കണേണ്. അപ്പോൾ സ്ക്വിഡ് ഇങ്ങനെ റൗണ്ടിലാണ് നമ്മൾ കട്ട് ചെയ്യണത്, അതിൻ്റെ ബോഡി. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഭയങ്കര സോഫ്റ്റ് ഇതായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് ഇതിൽ ക്ലീനിങ് മാത്രമാണ് കാണിക്കണുള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റും. അത് കട്ടായി. ഇനി നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ നമുക്ക് എന്തോരം സൈസിലുള്ള റിങ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലായിട്ടാണ് അതിൻ്റെ റിങ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ മാത്രം ചെയ്യാനാണ് വലിയ റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് എടുക്കാം. അല്ല, ഇപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാനത് പാത്രത്തിലേക്ക് മാറ്റണേണ്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് മാറ്റും. യെസ്, എല്ലാം ഒരുവിധം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സ്ക്വിഡായിരുന്നു. അപ്പോൾ ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതുമല്ല, അങ്ങനത്തെ ടൈപ്പായിരുന്നു.
അപ്പോൾ എല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് ക്ലീനാക്കി. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക്.